നമ്മുടെ ഡോക്ടേഴ്സ് ചോയ്സിന്റെ പ്രോട്ടീൻ നോട്ട്സ് ആണ്. ശരിക്കും പ്രോട്ടീൻ നോട്ട്സ് കാണണോ? ദിസ് ഇസ് ദ വൺ. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ കയറി ഒരു റൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഓട്സിൽ പ്രോട്ടീൻ, ചിപ്സിൽ പ്രോട്ടീൻ, ബിസ്ക്കറ്റിൽ പ്രോട്ടീൻ, എല്ലായിടത്തും പ്രോട്ടീൻ. എല്ലാ സ്ഥലത്തുനിന്നും കാണാം ഹൈ പ്രോട്ടീൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുടിക്കുന്ന വെള്ളത്തിൽ കൂടി പ്രോട്ടീൻ വന്ന അടിപൊളിയായി. ഇനി ജിമ്മിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും സംസാരിക്കാൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, എടാ എനിക്ക് ഇന്നത്തെ പ്രോട്ടീൻ ഇൻടേക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ലടാ. നമ്മളെല്ലാവരും അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പ്രോട്ടീൻ അഗൈൻസ്റ്റ് അല്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സിമ്പിൾ കാര്യമാണ്, മസിൽ ബിൽഡ് ആവണമെങ്കിൽ നമുക്ക് പ്രോട്ടീൻ എടുക്കണം. പക്ഷെ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയും പ്രോട്ടീൻ ഹൈപ്പ് പെട്ടെന്ന് അവിടെ നിന്ന് വന്നെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഈ പാക്കറ്റ്സിൽ കാണുന്ന പ്രോട്ടീൻ ഹൈപ്പ് ഒന്നും നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ടല്ല. ഇതെല്ലാം പ്രൊഡക്ട്സ് ഇറക്കുന്ന കമ്പനീസിന്റെ മാർക്കറ്റിങ്ങിന് വേണ്ടിയാണ്. ഒരു കാലത്ത് ഫാറ്റ് ആയിരുന്നു വില്ല, പിന്നെ അത് കാർബ്സ് ആയി വില്ല. പക്ഷെ പ്രോട്ടീൻ ആരും തൊട്ടില്ല. ഡോക്ടർ പറയും പ്രോട്ടീൻ കഴിക്കും, ഇൻഫ്ലുവൻസേഴ്സ് പറയും പ്രോട്ടീൻ കഴിക്കും, ഡയറ്റീഷ്യൻ പറയും പ്രോട്ടീൻ കഴിക്കും. സോ ഇതെല്ലാം കണ്ടപ്പോൾ കമ്പനീസ് ആലോചിച്ചു, അപ്പോൾ പ്രോട്ടീൻ ഹെൽത്തി എന്നല്ല എല്ലാവരും വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വേർഡ് പാക്കറ്റിൽ വെച്ചാൽ മതിയെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നോർമൽ ജങ്ക് ഫുഡിനെ പ്രോട്ടീൻ ഫുഡാക്കി സെല് ചെയ്യുന്നത്. അതുപോലെ ഹൈ പ്രോട്ടീൻ ആട്ട, പ്രോട്ടീൻ കോൺഫ്ലെക്സ്, പ്രോട്ടീൻ പാസ്ത, ഈ പറയുന്ന ചില ബ്രാൻഡ്സ് ഒക്കെ ഒരു സെർവിങ്ങിൽ 1 അല്ലെങ്കിൽ 2 ഗ്രാം പ്രോട്ടീൻ മാത്രമേ കൂട്ടൂ. പക്ഷെ ഇവരുടെ മാർക്കറ്റിംഗ് കണ്ട ഹെവി ആയിരിക്കും. പവർ ഓഫ് പ്രോട്ടീൻ, സ്ട്രോങ് ഫ്യൂച്ചർ എന്നൊക്കെ. അതാണ് ഞാനിവിടെ പറയുന്നത്. പ്രോട്ടീൻ ഒരിക്കലും പ്രോബ്ലം അല്ല, പ്രോട്ടീൻ മാർക്കറ്റിംഗ് ആണ് പ്രോബ്ലം. പിന്നെ വേറൊരു ലെവല് ട്രിക്കാണ് പോർഷൻ ലെവൽ സൈസ്. ഒരു ഓട്സിന്റെ വലിയ പാക്കറ്റിൽ ഉണ്ടാവും 10 ഗ്രാം പ്രോട്ടീൻ. കഴിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ചെറുതായിട്ട് എഴുതിയിട്ടുണ്ടാവും പാലിൻ്റെ ഒപ്പം കഴിക്കുകയാണെങ്കിൽ നല്ലതാട്ടോ. ഇതിൽ നിങ്ങൾക്ക് 200 ml മിൽക്കും ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഓക്കെ അങ്ങനെ പറയുമ്പോൾ എന്താണെന്നല്ലേ പാലിൻ്റെ ഒപ്പം കഴിക്കാനല്ലേ പറയുന്നത്. ഓട്സിൽ ഒരു 3 to 4 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. ബാക്കി നമ്മൾ പാലെടുക്കുമ്പോൾ പാലിൽ നിന്ന് കിട്ടും. പാല് നമ്മുടെ ഡയറ്റിൽ ഓൾറെഡി നമ്മൾ കഴിക്കുന്നുണ്ടാവും. പക്ഷെ ഓട്സിൻ്റെ ഒപ്പം മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ക്രെഡിറ്റ് ഓട്സും ഉണ്ട്. അതുപോലെ തന്നെ പ്രോട്ടീൻ ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. 100 ഗ്രാമിൽ നിങ്ങൾക്ക് 27 ഗ്രാം പ്രോട്ടീൻ കിട്ടും. 24 grams പ്രോട്ടീൻ വരുന്നുണ്ട്. അങ്ങനെ പറയാം, പേ പ്രോട്ടീൻ ഇതിൽ ആഡഡ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓട്സ് ആണെങ്കിലും നമ്മൾ ഇപ്പോൾ പ്രോട്ടീൻ ബാർസ് ആണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിനകത്ത് പേ പ്രോട്ടീൻ അങ്ങനത്തെ പ്രോട്ടീൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ പറയുന്ന പ്രോട്ടീൻസ് ഒക്കെ വെറുതെ നമ്പേഴ്സ് ഫില്ല് ചെയ്യാൻ ഓക്കെയാണ്. ഓക്കെ ഇത്രയും ഗ്രാം പ്രോട്ടീൻ, ഓക്കെ ഇത്രയുണ്ട്, 12 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്, ഇതൊക്കെ ഫില്ല് ചെയ്യാൻ ഈസിയാണ്. പക്ഷേ മസിൽ റിപ്പയറിന് ഇത് ബെസ്റ്റ് അല്ല. ഇപ്പോൾ ഒരു പ്രോട്ടീൻ ബാർ എടുക്കുക, അതിനകത്തൊരു 5 to 6 ഗ്രാം പ്രോട്ടീൻ ഉണ്ടെങ്കിൽ ടെക്നിക്കലി നോക്കുമ്പോൾ ഓക്കെ നമുക്ക് എഗ്ഗിൻ്റെ അത്ര പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. പക്ഷേ എഗ്ഗിൽ കിട്ടുന്ന വൈറ്റമിൻസ്, മിനറൽസ്, ഫാറ്റ് ക്വാളിറ്റി ഇതൊന്നും അതിനകത്തില്ല. അപ്പോൾ അതിലെന്താ ഉള്ളത്? കുറച്ച് ഫ്ലേവേർഡ് ആയിട്ടുള്ള കലോറീസ് ഉണ്ടാവും, കുറച്ച് പ്രോട്ടീനും ഉണ്ടാവും. ഇതിനെല്ലാം കാരണം വളരെ സിമ്പിളാണ്. അൾട്രാ പ്രോസസ്ഡ് ഫുഡ് പ്രോട്ടീൻ ആഡ് ചെയ്താലും അത് അൾട്രാ പ്രോസസ്ഡ് തന്നെയാണ്. എഗ്ഗ്, മിൽക്ക്, ചിക്കൻ, കേട് ഇതൊക്കെയാണ് നമുക്ക് നല്ല മെയിൻ ആയിട്ടുള്ള പ്രോട്ടീൻസ് എല്ലാം. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഈ പാക്കിന്റെ പുറത്ത് പ്രോട്ടീൻ ഉണ്ടെന്ന് മാത്രം നോക്കി ഡയറ്റ് നോക്കിയാൽ പോരാ. ഇപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ചില പേർ എന്നോട് ചോദിക്കാൻ സാധ്യതയുണ്ട്, ഓക്കെ ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും റൂൾ ഉണ്ടോ? യെസ്, അങ്ങനെ ഒരു റൂൾ ഉണ്ട്. നമുക്ക് അത് നോക്കി കഴിക്കാൻ പറ്റും. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഈസി റൂൾ പറയാം. നമ്മളൊരു പാക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബാക്ക് സൈഡിൽ കലോറീസ് നോക്കുക. ലാസ്റ്റ് 0 നമ്മൾ മൈൻഡിൽ വെക്കേണ്ട, അത് മാറ്റിയേക്ക്. 190 കലോറീസ് ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് 90 മാത്രം എടുക്കാം. എന്നിട്ട് നോക്കുക അറ്റ്ലീസ്റ്റ് അതിനകത്ത് 19 ഗ്രാം പ്രോട്ടീൻ ഉണ്ടോ. അതായത് 190 കലോറീസ് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് മിനിമം നമുക്ക് 19 ഗ്രാം പ്രോട്ടീൻ വേണം. അത് അതിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഡീസൻ്റ് ആണ്. ഇപ്പോൾ വേറൊരു ഉദാഹരണം പറയാം, 480 കലോറീസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊരു 48 ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നുണ്ടെങ്കിൽ അതും നല്ലതാണ്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് വെറും 16 ഗ്രാം മാത്രമാണ് പ്രോട്ടീൻ കിട്ടുന്നെങ്കിൽ അത് ഒരിക്കലും പ്രോട്ടീൻ ബാർ അല്ല. അത് നമുക്ക് ജസ്റ്റ് സ്റ്റിക്കർ വെച്ചിട്ടുള്ള എക്സ്പെൻസീവ് ആയ ഒരു മിഠായി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 150 കലോറീസ് ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മിനിമം ഒരു 15 ഗ്രാമെങ്കിലും പ്രോട്ടീൻ കിട്ടണം. അങ്ങനെയാണെങ്കിൽ അത് നല്ലതാണ്. പക്ഷെ 300 കലോറീസ് ഒരു 10 ഗ്രാം പ്രോട്ടീൻ നോക്കുകയാണെങ്കിൽ അത് ജസ്റ്റ് ഹൈപ്പ് മാത്രമാണ്. പിന്നെ അതൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഈ ചെറിയ കുറച്ച് എക്സ്ട്രാ പ്രോട്ടീന് വേണ്ടിയിട്ട് നമ്മൾ ഇത്ര എക്സ്ട്രാ പൈസ മുടക്കണമെന്ന്. ഈ പറയുന്ന പ്രോട്ടീൻസ് എല്ലാം നമുക്ക് ചിക്കൻ, എഗ്ഗ്, കടല, കേട് ഇതിൽ നിന്നെല്ലാം ഈസി ആയിട്ട് ചീപ്പായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ കഴിക്കുന്ന നാടൻ ഭക്ഷണം സിമ്പിളാണ്. അതിനകത്ത് കുറേ പേരില്ല ജിമ്മിന്റെ ഫോട്ടോസ് ഒന്നുമില്ല. പിന്നെ അതിൽ ബാക്കിൽ കുറേ ഇംഗ്ലീഷിൽ എഴുതിയ ലേബിൾസും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷേ ന്യൂട്രീഷൻസ് നോക്കുകയാണെങ്കിൽ ഫുള്ളുണ്ട്. സോ ഞാൻ ലാസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ ബാസ്, പ്രോട്ടീൻ പൗഡർ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണമെന്നല്ല. പക്ഷേ ഫുൾ ഡയറ്റ് പ്രോട്ടീൻ എന്ന് എഴുതി വെച്ചിട്ടുള്ള പാക്കറ്റ്സിൽ മാത്രം ബിൽഡ് ചെയ്യരുത്. നമ്മുടെ നാടൻ ഫുഡാണ് ബെസ്റ്റ്. ബാക്കി എല്ലാം കൺവീൻസ്ഡ് ഐറ്റംസ് ആണ്. അതിനെല്ലാം സൈഡ് റോൾ മാത്രമാണ്. അടുത്ത തവണ സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഹൈ പ്രോട്ടീൻ ഇത് കാണുമ്പോൾ അതിന്റെ ഗ്രാമും നോക്കണം, അതിന്റെ കലോറീസും നമ്മൾ ചെക്ക് ചെയ്യണം. മെയിൻ ആയിട്ട് അതിന്റെ പൈസയും നോക്കണം.